കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമെന്നൊക്കെ നിങ്ങൾ എഴുതിയ ആ നിർവചനം നിങ്ങൾ ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? ഏത് ഇമാമിന്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞത്? ഇത് സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ ആയത്ത് പഠിപ്പിച്ച കാര്യമാണ്. തഫ്സീർ നോക്കിയാൽ കിട്ടും. തഫ്സീർ ഇബ്നു കസീർ മാത്രം ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ. ഈ കാര്യം എന്ത് ചെയ്യും? ഭൗതികം എന്നതുണ്ടോ അഭൗതികം എന്നതുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് തൗഹീദ്? അതിന് പലപ്പോഴും ഒരാഴത്തിലുള്ള പഠനം നടത്താത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. അഹ്ലുസുന്നയുടെ അഖീദയെ, പ്രത്യേകിച്ച് തൗഹീദിനെ നിർവചിക്കുവാൻ, അതിനെ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുവാൻ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായ മാനദണ്ഡങ്ങളും നിർവചനങ്ങളുമെല്ലാം കാലം ഇതുവരെയായി വ്യത്യസ്തങ്ങളായ രീതിയിൽ നിർവചിച്ചു പോന്നിട്ടുണ്ട്, വിശദീകരിച്ചു പോന്നിട്ടുണ്ട്. അതെല്ലാം തീർത്തും പ്രമാണങ്ങളിലുള്ളതും ഇമാമിയങ്ങൾ പഠിപ്പിച്ചതിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഈ നിർവചനങ്ങളുടെയും വിശദീകരണങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കി ജനങ്ങളിൽ മാറ്റം വന്നതായി കാണുമ്പോൾ അതിൽ പ്രയാസമുണ്ടാക്കുന്ന നമ്മുടെ സംസ്ഥയിലെ പല സുഹൃത്തുക്കളും മുസ്ലിയാക്കന്മാരുമെല്ലാം ആ നിർവചനത്തെ പൊളിക്കാനും ഇവർ പറയുന്ന തൗഹീദല്ല യഥാർത്ഥ തൗഹീദ് എന്നെല്ലാം വരുത്തി തീർക്കാനുമുള്ള പല ശ്രമങ്ങളും അത് നാളിതുവരെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം മുജാഹിദുകൾക്കുള്ള മറുപടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാർ നടത്തിയ പ്രഭാഷണത്തിൽ മുജാഹിദുകളുടെ തൗഹീദിൻ്റെ നിർവചനം അത് ശരിയല്ല, അതിനൊരു അരവരി തെളിവുദ്ധരിക്കാൻ സാധിക്കുമോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു വീഡിയോ, ഒരു സംസാരം നമ്മൾ കേൾക്കാനിടയായി. ആ ഒരു സംസാരം കേട്ടുകൊണ്ട് നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് പ്രവേശിക്കാം. വളരെ സ്നേഹത്തോടുകൂടെ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ ആ നിർവചനം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും അദൃശ്യമെന്നൊക്കെ നിങ്ങൾ എഴുതിയ ആ നിർവചനം നിങ്ങൾ ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു? ഏത് ഇമാമിന്റെ വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തിന്റെ അരവധി കൊണ്ട് നിങ്ങൾക്ക് അത് തെളിയിക്കാൻ കഴിയുമോ? അതിൽ നിങ്ങൾ തൊട്ടാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. എന്തേ കാരണം? ഞാൻ അങ്ങനെ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ മേൽ അവർ ശിർക്ക് ആരോപിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? മരണപ്പെട്ടുപോയ മഹാന്മാരുടെ ഇസ്തിഗാസ നടത്തുന്നു, അത് ശിർക്കാണ്. കാരണം എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായതേട്ടമാണ്. നമ്മൾ ഖുതുബിയത്ത് നടത്തുന്നു, യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് വിളിക്കുന്നു, അത് ശിർക്കാണ്. എന്താ കാരണം? മരണപ്പെട്ടു പോയവരുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് സഹായം തേടുന്നു. നമ്മൾ നബി ദിനാഘോഷം നടത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ചാൽ ശിർക്കാണെന്ന് ഇവർ പറയുന്നു. കാരണം അത് അവരുണ്ടാക്കിയ കാരണമാണ്. അതുപോലെ തന്നെ മങ്കൂസ് മൗലിദ് ഓതുന്നു, لارتكبت على الخطا غير عصر وعدد لك أشكو فيه يا سيدي خير النبي. ശിർക്കാണ്. എന്താ കാരണം? മരണപ്പെട്ടുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടുകയാണ്. അതിലിപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വാദത്തിന്, നമ്മുടെ നിർവചനത്തിന് വ്യക്തമായൊരു തെളിവാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏതായിരുന്നാലും ആ ചോദ്യത്തെ മാന്യമായി നമ്മൾ പരിഗണിക്കുകയാണ്. കാരണം രണ്ട് ലക്ഷ്യമാണ് മൂപ്പർക്കുള്ളത്. ഒന്ന്, മൂപ്പർ കൊണ്ട് നടക്കുന്ന ഷിർക്കൻ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ അന്ധവിശ്വാസത്തെ അരക്കെട്ടുറപ്പിക്കണം എന്നാണ് ഒരു ലക്ഷ്യം. രണ്ട്, അതിനെ വേരോടെ അറുത്തുമാറ്റുന്ന തൗഹീദിൻ്റെ അടിസ്ഥാനം, അതിന് വല്ല തെളിവുണ്ടോ എന്ന് അറിയും വേണം. തെളിവുണ്ടോ എന്ന് ചോദിക്കലൊക്കെ പിന്നെ അത് മാന്യമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ആ നിലക്ക് നമ്മളതിനെ മുഖവിലേക്ക് എടുക്കുക. ആ തെളിവ് കേട്ടാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സ് കൂടി, അത് ഇൻഷാ അല്ലാഹ് അവർക്ക് തൗഫീഖ് ഉണ്ടാകട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും ഈ ഭൗതികം അഭൗതികം, സാധാരണ കഴിവ് അസാധാരണ കഴിവ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അതുപോലെ തന്നെ അധീനം, സൃഷ്ടികളുടെ കഴിവ് സൃഷ്ടാവിൻ്റെ കഴിവ്, മറഞ്ഞ വഴി തെളിഞ്ഞ വഴി, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളാണ് പൊതുവെ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് സമൂഹം ധാരാളമായി കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേരളക്കാർ മലയാളത്തിലുള്ളവരാണ്, മലയാള ഭാഷയാണ് നമ്മളത്. അപ്പോൾ ആ നിലക്ക് പഴയകാല പണ്ഡിതന്മാർ KM മൗലവി റഹിമഹുല്ലാ, PK മൂസ മൗലവി റഹിമഹുല്ലാ, അങ്ങനെയുള്ള പണ്ഡിതന്മാർ, MCC അബ്ദുറഹ്മാൻ മൗലവിമാർ, അവരൊക്കെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലാണ് ഈ പ്രയോഗങ്ങളൊക്കെ നടത്തിയത്. ഇതിനിപ്പോൾ അറബിയിൽ പലതും പറയും, ആദത്ത്, ഗൈറു ആദത്ത്, അതേപോലെ തന്നെ സബബ് മുസബബ്, ഇങ്ങനെ പലതും പറയും. അതേപോലെ സൃഷ്ടികളുടെ കയ്യാൽ നടക്കുന്നത്, നടക്കാത്തത്, ഈ നിലക്കൊക്കെ പണ്ഡിതന്മാർ എന്തായിട്ടുണ്ട്, അറബി ഭാഷയിൽ അതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നിർവചനത്തിന് ആയത്തുണ്ടോയെന്നാ ചോദ്യം. സൂറത്തുൽ ഫാത്തിഹ മാത്രം ഈ മുസ്ലിയാരെ പോലെയുള്ളവർ പഠിച്ചിരുന്നെങ്കിൽ ലളിതമായി അതിൻ്റെ ഉത്തരവൾക്ക് എന്ത് ചെയ്യുക, കിട്ടും. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ലോകത്തിൻ്റെ റബ്ബിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ ലോകത്തിൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആലം വേറെയാണ്, റബ്ബ് വേറെയാണ്. റബ്ബ്
ഖാലിഖാണ്, ആലം മഖ്ലൂക്കാണ്. അഥവാ അള്ളാഹു അല്ലാത്ത എല്ലാം എന്താണ്? ആലമാണ്. ആലമിൻ്റെ പുറത്തുള്ളത് അള്ളയാണ്. ആലം എന്ന് പറഞ്ഞ ഭൗതികം, ഭൗതികമല്ലാത്തത് അഭൗതികം. അപ്പോൾ ഭൗതിക വഴി അഭൗതിക വഴി. ഇത് സൂറത്തുൽ ഫാത്തിഹ 1-ാമത്തെ ആയത്ത് പഠിപ്പിച്ച കാര്യമാണ്. തഫ്സീർ നോക്കിയാൽ കിട്ടും. തഫ്സീർ ഇബ്നു കസീർ മാത്രം ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ. ഈ കാര്യം എന്ത് ചെയ്യും? ഭൗതികം എന്നതുണ്ടോ അഭൗതികം എന്നതുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. ഇനി ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അഥവാ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ സഹായ തേട്ടം ഏതാണ്? നമുക്ക് കാരണങ്ങളായി അള്ളാഹു എന്തൊക്കെ സംവിധാനിച്ചിട്ടുണ്ടോ അതെല്ലാം കിട്ടിയാലും അള്ളാഹുവിൽ നിന്ന് മാത്രമായി കിട്ടേണ്ട ഒന്നെന്താണ്? തൗഫീഖാണ്. ആ തൗഫീഖ് കിട്ടാതെ ഒന്നും നടക്കൂല. അതാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ, സർവ്വതിനും കഴിവുള്ളവൻ അള്ളാഹുവാണ്. അപ്പം ആ ഇസ്തിആനത്ത് ആരുടെ പറ്റുള്ളൂ? അള്ളാഹിനോട്. തൗഫീഖിന് വേണ്ടിയുള്ള എന്തിനും ഏതിനും കഴിവുള്ള അള്ളാഹ്, ആ റബ്ബിനോടുള്ള ഇസ്തിആനത്ത് ഒരു സൃഷ്ടിയോട് നടത്താൻ പറ്റൂല. അത് വലിയാകട്ടെ നബിയാകട്ടെ ആരാകട്ടെ നടത്തിയാൽ ആ നടത്തുന്ന പണിയാണ് ഷിർക്ക്. അങ്ങനെ ഒരു വിചാരം വന്നാൽ പോലും എന്താണ്? ഷിർക്ക് അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ശരിക്ക് പഠിച്ചിരുന്നെങ്കിൽ പിന്നെ ഇയാളെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യൂല? ചോദിക്കൂല. ഇനി ഏതാണ് ഇമാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇമാം റാസി റഹിമഹുല്ല ഈ വിഷയം ഒന്നുകൂടി പിന്നെ പഠിപ്പിച്ചത് ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീന എന്ന സൂറത്ത് അൻഫാലിലെ പിന്നെ 62-ാമത്തെ ആയത്ത്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പിന്നെ ഒന്ന് ഹുവല്ലദി അയ്യദക ബിനസ്രിഹി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് പ്രവാചകരെ നിങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകിയിരിക്കുന്നു. വബിൽ മുഅ്മിനീന, മുഅ്മിനുകളെ കൊണ്ടും ശക്തി നൽകിയിരിക്കുന്നു. സൂറത്ത് അൻഫാലിലെ ആയത്താണ്. ഇവിടെ അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്, ശക്തി കിട്ടുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ല. ലാക്കിന്നഹു അലാ ഖിസ്മൈനി, അത് 2 തരത്തിലുണ്ട്. അഹദുഹുമ മാ യഹ്സുലു മിൻ ഗൈരി വാസിത അസ്ബാബിൻ മഅലൂമ മുഅ്താദ, സാധാരണ നിലക്ക് അറിയപ്പെടാത്ത കാരണങ്ങൾ മുഖേനയല്ലാതെ. ഇപ്പോൾ ഈ പിന്നെ മിൻ ഗൈരി വാസിത അസ്ബാബിൻ മഅലൂമ മുഅ്താദ എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കാര്യകാരണ ബന്ധവും അതീതവും അധീനവും. മനസ്സിലായുണ്ടോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം. അതീതം എന്ന് പറയുമ്പോൾ അതാണ് ഒന്നാമത്തത്. അതീതം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്ന് പറഞ്ഞാൽ അത് റബ്ബിൽ നിന്ന് കിട്ടേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? അള്ളാഹു അവൻ്റെ സൃഷ്ടികളിൽ ഇടപെടും. അള്ളാഹുവിന് കാരണങ്ങളുണ്ട് കാരണങ്ങളില്ല എന്നുള്ള പ്രശ്നമല്ല. ഇനി വസാനി മാ യഹ്സുലു ബിവാസിത അസ്ബാബിൻ മഅലൂമ മുഅ്താദ, സാധാരണ അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന കിട്ടുന്നത്, അതാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം എന്ന് പറഞ്ഞാൽ. എൻ്റെ അധീനം, ഈ സ്ഥലം എൻ്റെ അധീനത്തിലാണെന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ പ്രയോഗം. എന്നിട്ട് ഫൽ ഔവൽ, ഒന്നാമത്തത് ഹുവൽ മുറാദു മിൻ ഖൗലിഹി അയ്യദക ബിനസ്രിഹി, തെളിവാണ്, ആയത്താണ്. മുസ്ലിം ആയത്തല്ലേ ചോദിച്ചത്. വസാനി ഹുവൽ മുറാദു മിൻ ഖൗലിഹി വബിൽ മുഅ്മിനീന. കണ്ടോ, ഈ നിർവചനം ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇത് ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാർ നമ്മളെ അറിയിച്ച കാര്യവുമാണ്. ഇനി ഇമാം നവവി റഹിമഹുല്ല തൻ്റെ അർബഊൻ നവവി എന്ന കിതാബിന് വിശദീകരണം എഴുതിയപ്പോൾ ഇദാ സഅൽത ഫസ്അലില്ലാ വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ എന്ന ഹദീസ് വിശദീകരിച്ചിട്ട് അവിടെ ഈ 2 കാര്യവും പറയാണ്. അവിടെ ലം തെജിരിൽ ആദ ബിജരിയാനിഹ അല ഐദി ഖൽഖിഹി, സൃഷ്ടിയുടെ കൈകളിലൂടെ നടന്നു കിട്ടാത്തത്. അപ്പം എന്തായി? സൃഷ്ടികളുടെ കഴിവ് എന്നായി. സൃഷ്ടാവിൻ്റെ കഴിവ്, അതാണ് ഹിദായത്ത് കിട്ടുക, അതേപോലെ തന്നെ ഇൽമിൽ നമുക്ക് ഫഹ്മ് കിട്ടുക, രോഗം ഷിഫാ കിട്ടുക, ആഫിയത്ത് കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ അതോടൊപ്പം തന്നെ സൃഷ്ടികളുടെ കയ്യാൽ നടക്കുന്നത്, ഒരാൾക്ക് ഹിദായത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുക, ഒരാൾക്ക് ഇൽമ് എത്തിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇമാം നവവി റഹിമഹുല്ല അടക്കം വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തെളിവില്ല എന്ന് ഇനി പറയുന്ന തെളിവാണ് നമ്മൾ എന്തായത് ഇതന്നത്. പിന്നെ ഇതിലൂടെ മൂപ്പർ സ്ഥാപിച്ച അല്ലെങ്കിൽ മൂപ്പർ ലക്ഷ്യം വെച്ച കാര്യം എന്താ? ആ ലക്ഷ്യം വെച്ച കാര്യം എന്താണ്? ഒന്ന്, മരണപ്പെട്ടവരോട് വിളിച്ച് സഹായം തേടുക. അത് ഇസ്ലാമിലില്ല. കാരണം മരണപ്പെട്ടവർ കേൾക്കൂല, അവരറിയില്ല,
ഒന്നുമില്ല. അവരെ വിളിച്ച് സഹായം തേടിയിട്ട് കാരണം സഹായ തേട്ടം ദുആ ആണ്. ദുആ കേൾക്കുന്നവൻ അള്ളയാണ്. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള വിഷയമാണ്. അത് സൃഷ്ടികളുടെ കയ്യാൽ നടക്കുന്ന വിഷയമല്ല. അത് സൃഷ്ടാവിൻ്റെ കയ്യിൽ, സൃഷ്ടാവ് പിന്നെ നമുക്ക് നടത്തി തരുന്ന കാര്യമാണ്. അതേപോലെ തന്നെ കുതുബിയത്ത്, യാ കുതുബ അഹ്ലിസ്സമ, മഴയും അരുവിയൊക്കെ ഒഴുക്കുന്ന മഹാനെന്നാ പറയണത്. ആരെ വിളിച്ചിട്ട്? മൊഹീദ്ദീൻ ശേഖനെ വിളിച്ചിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുക, അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള കാര്യമാണ്. അതേപോലെ മങ്കൂസ് മൗലി പോയിട്ട് പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി തേടുക. പാപങ്ങൾ പുറത്ത് കിട്ടാൻ നബിയല്ല, അത് അള്ളാഹുവിൽ നിന്ന് സാധിച്ചു കിട്ടേണ്ട കാര്യമാണ്. അപ്പോൾ ഇവരുടെ ശിർക്കൻ വിശ്വാസങ്ങൾക്ക് പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടി യഥാർത്ഥ തൗഹീദിൻ്റെ അടിത്തറ തകർക്കുക എന്ന ലക്ഷ്യമാണ് മുസ്ലിയാക്കന്മാർക്കുള്ളത്. ഏതായിരുന്നാലും ആവശ്യപ്പെട്ട പ്രകാരമുള്ള തെളിവ് നമ്മൾ ഓരോന്ന് എണ്ണി കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അവർ ഉൾക്കൊള്ളട്ടെ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസ പഠനത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ് ഇതെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം. ഇപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂലിനോട് ചോദിക്കുന്നുണ്ടല്ലോ, മക്കയിലെ ഒരു ഭയങ്കര ഔദാര്യവാനായ ഒരു നന്മമരെന്ന് പറയാവുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ട്. ഇബ്നു ജുദ്ആൻ ഒരുപാട് യതീമീങ്ങളെ സംരക്ഷിച്ചു, ഒരുപാട് വിധവകൾക്ക് സംരക്ഷണം നൽകി, യസിലുർ റഹീം കുടുംബബന്ധം ചേർക്കും, അങ്ങനെ വളരെ നന്മയിൽ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ആയിഷ ബി ഒരു സംശയം ചോദിക്കുന്നുണ്ട്. റസൂൽ അത് ഉപകരിക്കുമെന്നാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കലും ഇല്ല. കാരണം ഒരിക്കൽ പോലും അല്ലാഹുമ്മ ഗഫിർലി എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ വിശ്വാസമില്ല. അപ്പോൾ വിശ്വാസമില്ലാതെ കർമ്മങ്ങൾ കൊണ്ട് വലിയ ഒരു ബാണ്ടുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും വിശുദ്ധ ഖുർആനിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണല്ലോ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ആളുകൾ ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്ത് പഠിച്ചിട്ടുണ്ടാവും, റുക്ന് പഠിച്ചിട്ടുണ്ടാവും, സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് തൗഹീദ്, അതിന് പലപ്പോഴും ഒരാഴത്തിലുള്ള പഠനം നടത്താത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള അപകടങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ മക്കയിൽ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം എടുത്താൽ അതിലൊരു 13 വർഷക്കാലം ഏറ്റവും കൂടുതൽ നബി പഠിപ്പിച്ചത് തൗഹീദും ആഖിറത്തൊക്കെയാണല്ലോ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആദർശ പഠനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് വിശ്വാസികളായ എല്ലാവരോടും നമുക്ക് ഈ ഒരു പ്രൂഫ് പോയിൻറ്റിൻ്റെ അവസാനത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകമായ വിഷയത്തിൽ ഒന്ന് കടന്ന് പരിശ്രമിച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് യമനിൽ നിന്ന് കുറച്ച് ആളുകൾ ഇസ്ലാം സ്വീകരിച്ച് വരുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിയോട് പറയുന്നത്, റസൂലെ ഞങ്ങൾ യമനിൽ നിന്ന് വന്നവരാണ്, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ച് വന്നവരാണ്. അപ്പോൾ എന്താണ് ഞങ്ങൾ ആദ്യം അറിയേണ്ടത്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യം പഠിപ്പിക്കുന്നത് അർശിനെ കുറിച്ചാണ്. അപ്പോൾ ഈമാൻ അർശിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞയക്കുമ്പോഴും അള്ളാഹു പറഞ്ഞത് ഫൽ തകുൻ അവ്വല മാ തദ്ഉ ഇലാ ഇബാദത്തില്ലാ, തൗഹീദ് പഠിപ്പിക്കാനാണ്. അപ്പോൾ തൗഹീദിൻ്റെ പഠനം, ആ പഠനത്തിൽ പലപ്പോഴും പിറകോട്ട് നിൽക്കുമ്പോഴാണ് ഇത്തരം അബോധികം കാര്യകാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും ചില ആളുകൾക്ക് എന്ത് ചെയ്യാത്തത്, അതിലിങ്ങനെ ഇങ്ങനെ കറക്കിയിട്ട് ഇവർക്ക് എന്തോ വലിയ തെറ്റു പറ്റിയിട്ടുണ്ട്, ഇവരിതിൽ അബദ്ധത്തിലാണ് എന്ന് സ്ഥാപിക്കാൻ എന്ത് ചെയ്യാണ്, ഈ സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മുടെ അജണ്ടയിൽ വെക്കുക. അതാണ് ഇതൊന്ന് കേൾക്കുന്ന ആളുകളോട് പറയാനുള്ളത്. ഇപ്പോൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം മരണപ്പെട്ട ദിവസം റസൂലിന് വല്ലാത്ത ഇഷ്ടമുണ്ടായിരുന്നൊരു കുട്ടിയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂൽ വല്ലാതെ സന്തോഷിച്ചിരുന്നു, ഓരോ ദിവസവും ആ കുട്ടിയെ കാണാൻ വേണ്ടി പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കുട്ടി മരിച്ച ദിവസത്തിൽ തന്നെ എന്ത് ചെയ്തു, സൂര്യഗ്രഹണം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, ആ ഇബ്രാഹിം റസൂലിൻ്റെ മകൻ മരിച്ചതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോൻ മരിച്ചതുകൊണ്ടാണ് സൂര്യഗ്രഹണം സംഭവിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവിടെ റസൂലിന് എന്തുണ്ട്, ഒരു പുത്രവിയോഗത്തിൻ്റെ എല്ലാ ദുഃഖമുണ്ട്. റസൂലുള്ളാഹിയുടെ മക്കൾ ഇങ്ങനെ മരിച്ചു പോവാണ്. ഒരു കുട്ടി മരിച്ച റസൂലുള്ളാഹി ഒരു പിതാവായിട്ട് പോലും അല്ലാഹു റസൂൽ അവിടുന്ന് എഴുന്നേറ്റ് പോയി തിരുത്തുകയാണ്. ഇന്ന ശംസ വൽ ഖമറ ആയത്താനി മിൻ ആയാത്തില്ല, സൂര്യനും ചന്ദ്രനും അള്ളാഹിൻ്റെ ഒരു ആയത്താണ്. അതൊരിക്കലും ഒരാളുടെ മരണം കൊണ്ടോ ജീവിതം കൊണ്ടോ എന്ത് ചെയ്യില്ല, അതിന് ഗ്രഹണം എന്തൊന്നും ബാധിക്കില്ല. അപ്പോൾ വിശ്വാസത്തിൽ വരുന്ന പിഴവുകളെ ഉടനടി തിരുത്താൻ അള്ളാഹിൻ്റെ റസൂൽ കാണിച്ചൊരു പരിശ്രമം നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈമാൻ നന്നാക്കുക, അതിനുവേണ്ടി നന്നായി നമ്മൾ പഠിക്കുക എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ യഥാർത്ഥ ഈമാനിൽ മരിക്കാനുള്ള ഒരു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. അൽഹംദുലില്ലാ. ഏതായിരുന്നാലും ഒരു വിശ്വാസിയുടെ യഥാർത്ഥ ആദർശത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 3 വിഷയങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് ഇന്നത്തെ പ്രൂഫ് പോയിന്റിൽ നമ്മൾ ചർച്ചക്കെടുത്തത്. ഈ ഒരു പ്രൂഫ് പോയിന്റ് ഇവിടെ അവസാനിക്കുമ്പോൾ
ഒരു വിശ്വാസി അവൻ്റെ ആദർശം സ്വീകരിക്കുന്നിടത്ത്, ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങൾ നോക്കിക്കാണുന്നിടത്ത് എത്രത്തോളം സൂക്ഷ്മതയും ശ്രദ്ധയും എല്ലാം പുലർത്തണമെന്നും അതിനോട് ഖുർആനിനോടും സുന്നത്തിനോടും എത്രത്തോളം എല്ലാ വിഷയങ്ങളും തട്ടിച്ചു നോക്കി നിലപാടുകൾ സ്വീകരിക്കണമെന്നും നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അള്ളാഹു ആ രീതിയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ 3 വിഷയങ്ങളുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും ഒരുമിക്കാം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.